നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക എന്തു ചെയ്യുന്നു അത് കൃത്യമായി മനസ്സിലാക്കാനും അമേരിക്കയെ പോലെ ആകാനും ഒക്കെ ശ്രമിക്കുന്ന രാജ്യങ്ങളുണ്ട്. അതായത് അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും വിലയിരുത്തി തങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അമേരിക്ക എന്ന രാജ്യത്തിന് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വിധേയമായി പ്രവർത്തിച്ച് അവരെ ഭയപ്പെട്ട് കഴിയുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ എന്നാൽ ആ ഗണത്തിൽപ്പെടുന്ന രാജ്യമല്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ അമേരിക്ക ലോക പോലീസായി ചമയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോക പോലീസ് എന്ന സ്ഥാനം അമേരിക്കയ്ക്ക് ആരും ചാർത്തി കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നു. വലിയ സാമ്പത്തിക ശക്തികളായി കൂടുതൽ രാജ്യങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്ന സ്ഥാനം നഷ്ടമായത്. പക്ഷേ എന്തായാലും അമേരിക്ക ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ അവർ ഒരു നല്ല രാജ്യമായി കാണുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയെ കണ്ടുപഠിക്കുക എന്നത് ഓരോ രാജ്യങ്ങളുടെയും ഒരു നയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് വലിയ പരിഹാസത്തിന് ഇടയാക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ രാജ്യം എന്നാണ് അവർ പറയുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ വലിയ വിലയുള്ള ഒരു വലിയ സ്വാധീനമുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്. ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരനും ഏതാണ്ട് അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്ന ഒരു വലിയ സുഹൃത്ത് ബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ വലിയ രീതിയിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു. അവർ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുന്നു. ഇത് കണ്ടാൽ അമേരിക്ക ഏതോ നിലവാര തകർച്ച നേരിടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വിശ്വവിഖ്യാതരായ നിരവധി അമേരിക്കൻ പ്രസിഡന്റന്മാർ വാണിരുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപും ഇപ്പുറത്ത് ഇലോൺ മസ്കും കാട്ടിക്കൂട്ടുന്നത് കണ്ട് ലോകം ഇന്ന് ചിരിക്കുകയാണ്. അതായത് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മസ്കിന് വലിയൊരു വകുപ്പാണ് നൽകിയത്. ആ വകുപ്പിൽ നിന്നും മസ്ക് രാജിവെച്ചിരിക്കുന്നു. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില സാമ്പത്തിക നയങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണം. പക്ഷേ രാജിവെച്ച ശേഷം ഇലോൺ മസ്ക് അങ്ങനെ അങ്ങ് പോവുകയല്ല. ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയും താഴെ ഇറക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു കള്ളക്കടത്തുകാരൻ എന്ന ഒരു കുറ്റവാളി, ആ കുറ്റവാളി ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വളരെ പ്രസിദ്ധമാണ്. അതിനെയാണ് എപ്സ്റ്റൈൻ ഫയൽസ് എന്നറിയപ്പെടുന്നത്. ഈ എപ്സ്റ്റൈൻ ഫയൽസിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. ബാക്കി ക്ലാസിഫൈഡ് രേഖകളായി ഇപ്പോഴും പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. ഈ പറയുന്ന എപ്സ്റ്റൈൻ റിപ്പോർട്ടിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ട്. നിരവധി സെലിബ്രിറ്റികളുടെയും പൊളിറ്റീഷ്യന്മാരുടെയും അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെയും പേരതിലുണ്ട് എന്ന് നേരത്തെ തന്നെ കരക്കമ്പിയുണ്ട്. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം മസ്ക് ഈ എക്സ്പോസിലൂടെ നൽകിയത്. ലോകം ഇനി പുറത്തറിയാൻ പോകുന്ന വസ്തുതയാണ് എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ പോസ്റ്റ് പിൻവലിക്കപ്പെട്ടു. എങ്കിലും ഇവർ തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. എലോൺ മസ്കിൻ്റെ കമ്പനികൾക്ക് ലഭിച്ചു വരുന്ന സർക്കാർ സബ്സിഡികളും സർക്കാർ കോൺട്രാക്റ്റുകളുമൊക്കെ റദ്ദ് ചെയ്യും എന്ന് ഡൊണാൾഡ് ട്രംപ് തുടർന്ന് ഭീഷണി മുഴക്കി. പക്ഷേ എലോൺ മസ്ക് അതിന് തിരിച്ച് ഭീഷണി മുഴക്കിയത് തൻ്റെ സഹായം കൊണ്ടാണ്. അല്ലെങ്കിൽ താനില്ലായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് എവിടെ എത്തുമായിരുന്നു എന്ന് ആലോചിക്കണം. ഡൊണാൾഡ് ട്രംപ് വട്ടപൂജ്യമായി മാറിയേനെ. ഏതാണ്ട് $250 മില്യൺ താൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ചത്. അതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്ന ഒരു ട്വീറ്റാണ് എലോൺ മസ്ക് നടത്തിയത്. അതിന് ബദലായി ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എലോൺ മസ്കിൻ്റെ മറ്റൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക സഹായം ഇനി ഞാൻ ഡെമോക്രാറ്റുകൾക്ക് ചെയ്യും, റിപ്പബ്ലിക്കൻ്റെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് ചെയ്യും എന്ന് എലോൺ മസ്ക് ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിക്ക് കേട്ടിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അങ്ങനെ എങ്ങാനും ചെയ്താൽ, അതായത് ഈ സംഭാവന റിപ്പബ്ലിക്കൻ ആളുകൾക്കല്ലാതെ ഡെമോക്രാറ്റുകൾക്ക് നൽകിയാൽ മസ്ക് വിവരമറിയും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വിശ്വവിഖ്യാതരായ രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ടുപേർ വലിയ സുഹൃത്ത് ബന്ധത്തിലാവുകയും ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിപ്പിരിയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും തൻ്റെ പൈസ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്നൊക്കെ പറയുന്ന എച്ചിക്കണക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം തരം താണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് എന്ന് കരുതുന്നവരുണ്ട്. ഈ രാഷ്ട്രീയത്തെ എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ മറ്റു തലങ്ങളിൽ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. എന്താകും ഇനി അമേരിക്കയിൽ സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ്. വരും ദിവസങ്ങൾ, അതായത് അടുത്തുള്ള 1-2 മാസം നിർണായകമാവുകയുമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.